ബിഗ് ബോസ് മലയാളമാണ് വിഷയം. അപ്പൊ ഇപ്പൊ ഈ പലരും വിചാരിക്കും ഈ ബിഗ് ബോസ് ഒന്നും ഇപ്പൊ നടക്കണല്ല, പിന്നെ എന്തിനാണ് ഈ ബിഗ് ബോസിനെ പറ്റി ഇപ്പൊ പറയണേന്നൊക്കെ ചിലർ ചിന്തിച്ചെന്ന് വരാം. പക്ഷെ ഈ വീഡിയോ എപ്പോഴാണ് റെലവെന്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പൊ ഉണ്ടാവണ ചില സംഭവങ്ങളെ പറ്റിയിട്ടാണ് എനിക്കിപ്പോ പറയാനുള്ളത്. കാര്യം ഇപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചത്, അതെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ റോബിനും അതേപോലെ അഖിൽ മാരാരും സെറീനയൊക്കെ കൂടെ ഏതോ ഷാർജയിലെ ഏതോ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോനകത്ത് നോക്കുമ്പോഴത്തേക്ക് അവരെല്ലാം ഹാപ്പിയാണ് പുറത്ത്. അവരെല്ലാം ഈ ഒരു പുറത്ത് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒരു കോമ്പറ്റീഷനാണ്. അതായത് ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ് ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ സീസൺ 4 നോക്കണമെങ്കിൽ സീസൺ 4-നകത്ത് ഇപ്പൊ ഡോക്ടർ റോബിനായിരുന്നു. എനിക്ക് ആ ഒരു ഗെയിമിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഡോക്ടർ റോബിനായിരുന്നു. അതേപോലെ തന്നെ ആ ഗെയിം ഇപ്പൊ ഡോക്ടർ റോബിൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം ദിൽഷേനായിരുന്നു. കാര്യം ദിൽഷ അവിടെ നന്നായിട്ട് ഗെയിം കളിച്ച്, അതുകൊണ്ടാണ് എനിക്ക് ദിൽഷേനെ ഇഷ്ടം. ഓക്കെ, ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിയായിരുന്നു അവിടെ നല്ലൊരു ഓളം ഉണ്ടാക്കി വെച്ച പുള്ളിയാണ്. പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ചെയ്തതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അങ്ങനെ പോട്ടെ. അതേപോലെ ഇപ്പോൾ നമ്മുടെ സീസൺ 5 എടുക്കണമെങ്കിൽ അതിനകത്ത് അഖിൽ മാരാറാണ് അതിനകത്ത് ഏറ്റവും നല്ല പ്ലെയർ. അത് നമുക്ക് ഒരു ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ആ കാര്യം അതിൽ ബാക്കി എല്ലാവരും വെറുതെ ഇങ്ങനെ ആടിപ്പാടി നടക്കണം, പുള്ളി മാത്രമാണ് അത് ഒരു ഭൂരിപക്ഷവും പുള്ളീനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. ഈ അഖിൽ മാരാറിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ സീസൺ 5-നകത്ത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം പക്ഷേ നമ്മുടെ സീസൺ 5-ൽ അഖിൽമാരാരെ ഇങ്ങനെ ടോപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഈ ഡോക്ടർ റോബിൻ ഈ സീസൺ 5-നകത്തേക്ക് വരേണ്ടായി. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു ഫാൻസ്, അതായത് ഡോക്ടർ റോബിൻ്റെ ഫാൻസും അഖിൽ മാരാറിൻ്റെ ഫാൻസും കൂടെ ഒക്കെ തമ്മിൽ അവിടെ ഒരു ഫൈറ്റൊക്കെ ഉണ്ടായി. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ഇതിൻ്റെ അകത്തൊരു ഗെയിമേഴ്സ് മാത്രമാണ്. പക്ഷെ അന്ന് ഈ ഫാൻസ് കിടന്ന് പുറത്ത് കിടന്ന് തമ്മി തല്ലി അങ്ങോട്ട് അമ്മയ്ക്ക് വിളിച്ചും അച്ഛന് വിളിച്ചും തെറി വിളിച്ചും ഒക്കെ ഇവരുടെ സമയം വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കണേ. ഈ PR എന്ന് പറഞ്ഞ ടീമുകളൊക്കെ കിടന്ന് തമ്മിൽ തല്ലണമെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, അവർക്ക് കാശ് കിട്ടിയിട്ടാന്ന് പറയാം. പക്ഷേ ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കണ ചില ടോക്സിക് ഫാൻസ് ഉണ്ട്. അവർ എന്തിനാണ് കിടന്ന് തമ്മിൽ തല്ലണത്? അവർക്ക് എന്ത് കിട്ടിയിട്ടാണ് അവർ കിടന്ന് ഈ തമ്മിൽ തല്ലണത്? വെറുതെ ആരോ അവിടെ ഗെയിം കളിക്കണം. ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അവരെ ഗെയിമേഴ്സ് ആയിട്ട് കണ്ടാൽ മതി. അല്ലാണ്ട് അവർ നമ്മുടെ എന്തോ ചേട്ടനാണ് അല്ലെങ്കിൽ നമ്മുടെ മകനാണ് അങ്ങനെയൊന്നും നമ്മളവരെ കാണേണ്ട കാര്യമില്ല. കാര്യം അവർ ജസ്റ്റ് ഗെയിമേഴ്സാണ്. അവരതിൻ്റെ ഉള്ളിൽ കാട്ടാനതല്ല അവരുടെ റിയൽ ലൈഫ് എന്ന് മനസ്സിലാക്കാനായിട്ട് ബോധമില്ലാത്ത കുറേ പേര് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് നാൾ, അതായത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ബിഗ് ബോസ് സീസൺ 6 വരും. സീസൺ 6 വരുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെയാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഭയങ്കര ഒച്ച എടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ രാജാവ് വന്നു അങ്ങനെ അയാളെ പൊക്കി പിടിച്ചിട്ട് നടക്കും. പൊക്കി പിടിച്ചിട്ട് നടന്നിട്ട് ഇയാളെ പൊക്കി പിടിച്ചിട്ട് നടക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഇയാളെ പൊക്കണേൻ്റെ കൂടെ തന്നെ അയാളുടെ കൂടെ ഉള്ള കണ്ടസ്റ്റൻസിനെ ഒരുമാതിരി തെറി വിളിക്കലും താറടിച്ച് കാട്ടലും നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരാ ഇത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യണ പരിപാടിയും ഉണ്ട് ഈ നമ്മുടെ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക്. ഈ ഫാൻസ് ഒരു കണക്കിന് ഫാൻസ് നല്ലതാണ്, പക്ഷേ ഈ ടോക്സിക് ഫാൻസ് അല്ലെങ്കിൽ അന്തം ഫാൻസ് ഒക്കെ ആകുമ്പോഴാണ് ഈ വിഷയം വന്നത്. ഇപ്പം കഴിഞ്ഞ ഇതിനകത്ത് നോക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ അഖിൽമാരാറിൻ്റെ ആ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും അധികം ടോക്സിക് ഫാൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നാത്തതായിരിക്കും, എനിക്ക് എന്തായാലും തോന്നിയിട്ടില്ല. അതായത് വ്യൂവേഴ്സ് മൊത്തത്തിൽ ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായി ഈ സീസൺ 5-ൻ്റെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ. പക്ഷേ സീസൺ 4-ൻ്റെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ അത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ഫാൻസാണ് സീസൺ 4-നുണ്ടായതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാര്യം ഇപ്പോൾ നമ്മൾ ഡോക്ടർ റോബിൻ്റെ ആണെങ്കിലും ഡോക്ടർ റോബിൻ്റെ ആ ഒരു ഇതിനാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് ഫാൻസ്. കാര്യം പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടോക്സിക് ഫാൻസ് ഉള്ളത്. ഇപ്പോൾ ബ്ലസ്ലിക്ക് അവർക്കൊക്കെ ഫാൻസ് ഉണ്ടായി, പക്ഷെ എന്നാലും ഡോക്ടർ റോബിനാണ് എനിക്ക് തോന്നിയേക്കണത് ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉള്ളത്. അവരൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർ ചെന്ന് വെറുതെ ഈ തെറി വിളിക്കലും, അതായത് നിങ്ങളുടെ ആള് ടോപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞോ, പക്ഷേ എന്തും പറഞ്ഞ് ബാക്കിയുള്ളവർ കൊള്ളൂല എന്നുള്ള രീതിക്ക് പറയുമ്പോഴാണ് വിഷയം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഇവരുടെ പുറത്തുള്ള ലൈഫ് നോക്കണമെങ്കിൽ ഇവർ ആരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ഫാൻസിൻ്റെ കാര്യം നോക്കണമെങ്കിൽ, അതായത് ഈ അന്ധ ഫാൻസിൻ്റെ കാര്യം നോക്കണമെങ്കിൽ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർ ഇപ്പോൾ മറ്റേ അഖിൽമാരാറുടെ ഫാൻസിനാണെങ്കിൽ ഡോക്ടർ റോബിനെയും കണ്ടുകൂടാ, ഡോക്ടർ റോബിൻ്റെ ഫാൻസ് ആണെങ്കിൽ അഖിൽമാരാരെയും കണ്ടുകൂടാ. ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്തിനാണ്? അവർക്കാർക്കും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഈ ഡോക്ടർ റോബിനാണെങ്കിൽ പുള്ളിയുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകണം, അഖിൽമാരാർ പുള്ളിയുടെ ലൈഫായിട്ട് പോകണം, ഓരോരുത്തരും അവരവരുടെ ലൈഫായിട്ട് പോകണം. ഇവർ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത്, അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയുടെ ഉള്ളിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കരിയർ മുമ്പോട്ട് പോവുക, അതായത് നല്ലൊരു കരിയർ ഇവർക്ക് മുമ്പോട്ട് ഉണ്ടാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് കുറേ ഫാൻസിനെ ഉണ്ടാക്കി അവസാനം ഈ ഫാൻസിനെ കൊണ്ട് മറ്റേ കേരളം കത്തിക്കുക എന്നുള്ളതൊന്നും അല്ല അവരുടെ ഉദ്ദേശം.
ഇപ്പൊ നമ്മുടെ ഈ ഡോക്ടർ റോബിനാണെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ചില സംഭവമൊക്കെ ഉണ്ടായില്ല. അതായത് ഞാൻ കേട്ടറാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ള സാധനമൊക്കെ ഉണ്ടായില്ല. എൻ്റെ ഫാൻസ് 10 ഇരട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായില്ല. അപ്പൊ അതൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സംഭവം ഓർമ്മ. അപ്പൊ അതേപോലെ പറയുമ്പോഴും അത് വിഷയമാണ്. അതായത് ഫാൻസിന് ഉപയോഗിക്കുന്നത് അതും വിഷയമാണ്. പക്ഷെ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ അവരെ ജസ്റ്റ് ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് കാണാം. എന്നിട്ട് അവരെ ചിലപ്പോൾ ഇഷ്ടപ്പെടുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സീസണിനകത്ത് ഇഷ്ടമുള്ളവരുണ്ടാവും, നന്നായിട്ട് കളിക്കുന്നവരെ ഇഷ്ടമുണ്ടാവും, അവർക്ക് വോട്ട് കൊടുക്കുക, അങ്ങനെ പോവാം. അല്ലാണ്ട് അവരെ ഒരുപാട് അങ്ങനെ നെഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവരെ അവസാനം വല്ല ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ അവരെ പുറത്താക്കി, എനിക്ക് നെഞ്ചുവേദന എടുക്കണേ, എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളേ എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമില്ലാന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അത് ജസ്റ്റ് ഒരു ഷോയാണ്. ആ ഷോനെ ഷോ ആയിട്ട് കാണാം. ഇപ്പം ഇനി ബിഗ് ബോസ് വരുമ്പോൾ, അതായത് ബിഗ് ബോസ് സീസൺ 6 വരുമ്പോഴാണെങ്കിലും അങ്ങനെ കാണാം. അതായത് എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്, എല്ലാവരും കളിക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കുക, അവർ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരെ താറടിച്ച് കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.